ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഡിയേഗോ സിമിയോണി സംഭവത്തെക്കുറിച്ചാണ്. അതായത് ഇന്ന് രാത്രി ലാ ലീഗയിൽ റയൽ മാഡ്രിഡ് മത്സരമുണ്ട്. അതിൻ്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം ഉറപ്പാണ്, 2024 കാലണ്ടർ ഇയർ കഴിയുന്ന സാഹചര്യത്തിൽ ലാ ലീഗയുടെ ടേബിളിൻ്റെ തലപ്പത്ത് നമുക്ക് കാണാൻ സാധിക്കുക ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയോ അല്ലെങ്കിൽ കാർലോ അൻചെലോട്ടിയുടെ റയൽ മാഡ്രിഡോ അല്ല, പകരം ചോലോയുടെ ഡിയേഗോ സിമിയോണിയുടെ വാരിയേഴ്സ് ആയിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡിനെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഇൻക്രെഡിബിൾ റണ്ണിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ സീസൺ കഴിയുന്ന സാഹചര്യത്തിൽ ടൈറ്റിൽ അടിക്കാൻ പറ്റുമോ, അതേപോലെ ഈ തലപ്പ് തന്നെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്കറിയുന്ന സംഭവമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഡിയേഗോ സിമിയോണിയുടെ ഈ വാരിയേഴ്സ് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ളത്. അതായത് സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ആ പുതിയ സൈനിങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടൊന്നും ജെല്ല് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിൽ ഡിയേഗോ സിമിയോണിക്ക് ഇനി അവിടെ സമയമുണ്ടോ, അദ്ദേഹം പോകാറായോ എന്നുള്ള രീതിയിലുള്ള മീഡിയ നരേറ്റീവുകളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കൊണ്ടത് സിമിയോണിയുടെ പിള്ളേരുടെ നെഞ്ചത്താണ്. അവരങ്ങോട്ട് തീരുമാനിച്ചു, അതായത് മാനേജർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ, ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ആ ഒരു നെവർ ഗിവ് അപ്പ് മെൻറ്റാലിറ്റിയും ഒടുക്കത്തെ ഫൈറ്റിംഗ് സ്പിരിറ്റുമാണ്. അത് ഏത് ഘട്ടമാണെങ്കിലും അതിനൊരു ഒരു കുറവും അവർ വരുത്താറില്ല എന്നുള്ള കാര്യം ഓർക്കണം. ശരിയാണ്, ഫെയിലിയേഴ്സും കാര്യങ്ങളൊക്കെ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്, പക്ഷേ ഫൈറ്റിംഗ് സ്പിരിറ്റിന് ഒരു കുറവുണ്ടായിട്ടില്ല. ആ രീതിയിൽ അവരങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. തുടർച്ചയായി 12 മത്സരങ്ങൾ അടുപ്പിച്ച് വിജയിച്ചുകൊണ്ട് അവർ ലാ ലീഗയുടെ തലപ്പത്തിരിക്കുകയാണ്. 1.5 മാസങ്ങൾക്ക് മുമ്പ് ബാഴ്സലോണയുമായിട്ടുള്ള അവരുടെ പോയിന്റ്സ് ഡിഫറൻസ് 10 എന്നുള്ള കാര്യം ഓർക്കണം. ഇപ്പോൾ ആ ബാഴ്സലോണയ്ക്ക് മുകളിലിരിക്കുകയാണ്. അതും ഒരു ഗെയിം ഇൻ ഹാൻഡ് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെന്താണ് ഇന്നലെ എന്താ സംഭവിച്ചത്? ബാഴ്സലോണയുടെ താൽക്കാലിക ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഒളിമ്പിക് മോൺചിക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ബാഴ്സലോണ 2-1 എന്നുള്ള സ്കോറിൽ സിമിയോണിൻ്റെ ടീം പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അതും ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കംബാക്ക് വിജയങ്ങൾ ഒരുപാട് ഈ സീസണിൽ ഇപ്പോൾ നമ്മൾ സിമിയോണിൻ്റെ ടീമിൻ്റെ ഭാഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവസാന നിമിഷം വരെ അവർ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു ഒടുക്കത്തെ ഡെത്ത് പഞ്ചാണ് ഇന്നലെ നമുക്ക് സിമിയോണിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് കാണാൻ സാധിച്ചത്. ഒരു ജാതി ഡെത്ത് പഞ്ച്, അതായത് സൊർലോത്തിൻ്റെ ഡെത്ത് പഞ്ച്. ബെഞ്ചിൽ നിന്ന് വന്നിട്ട് മൊലീനയും സൊർലോത്തും വീണ്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഗെറ്റാഫയ്ക്കെതിരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ കണ്ടു. ഈ മത്സരത്തിൽ ഇപ്പോൾ ബാഴ്സലോണയ്ക്കെതിരെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ മത്സരത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അവരിതെങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് അവർക്ക് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അതെ, അവിടെയാണ് സിമിയോണിയുടെ ആ ഒരു പ്രോപ്പർ സ്മാഷ് ആൻഡ് ഗ്രാബ് ഫുട്ബോൾ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രോപ്പർ സ്മാഷ് ആൻഡ് ഗ്രാബ്. സിമിയോണി വളരെ ഹ്യൂമിലിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് മത്സരത്തിന് ശേഷം. അതായത് ബാഴ്സലോണ ഇതിൽ നിന്ന് കുറേ കൂടി ഡിസേർവ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ലഗാനസുമായിട്ടും ലാസ് പാമാസുമായിട്ടുള്ള മത്സരത്തിൽ നിന്നും ബാഴ്സലോണ കുറേ കൂടി ഡിസേർവ് ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിലുള്ള വളരെ ഹ്യൂമിലിറ്റിയോട് കൂടിയുള്ള ഡിയേഗോ സിമിയോണിയുടെ ഒരു സംസാരമൊക്കെ ഭയങ്കര രസമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഒരു ഇൻക്രെഡിബിൾ ടൈറ്റിൽ റേസാണ് നമുക്ക് ലാ ലീഗ ഇത്തവണ ഒരുക്കി വെച്ചിരിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ചോളം അവരുടെ ലീഡ് ബോട്ടിൽ ചെയ്ത് ഒരു വഴിക്കായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം. അവരെ സംബന്ധിച്ചോളം കഴിഞ്ഞ 7 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ലാ ലീഗയിൽ 5 പോയിൻറ്റ്സേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ. 21 പോയിൻറ്റ്സിൽ നിന്ന് 5 പോയിൻറ്റ്സ് അവർക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചുള്ളൂ. കഴിഞ്ഞ 7 ലാ ലീഗ മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ വിജയം മാത്രം, മയോർക്കെതിരെയുള്ള ആ ഒരൊറ്റ വിജയം മാത്രം. അവർ ഹോമിൽ തുടർച്ചയായി 3 ലാ ലീഗ മത്സരങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ലാസ് പാമാസിനെതിരെ, ലഗാനസിനെതിരെ, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ. ഇതിൽ തന്നെ നമുക്കറിയാം, ഒരു മാരത്തൺ സീസൺ ആകുമ്പോൾ എല്ലാ മത്സരങ്ങളും വിജയിക്കാൻ സാധിക്കില്ല. ഹിക്കപ്സുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ലഗനസിനെതിരെ ആ രീതിയിലുള്ളൊരു പരാജയം, അതും ഒരുപാട് ചാൻസുകൾ ഉണ്ടാക്കിയിട്ട് അത് ഗോളാക്കാൻ സാധിക്കാത്തൊരു പരാജയം, അതൊരു വല്ലാത്തൊരു പരാജയമാണ്. അത് ടൈറ്റിൽ വിന്നിങ് ആസ്പിറേഷൻ ഉള്ളൊരു സൈഡിനെ സംബന്ധിച്ചോളം അത്തരത്തിലുള്ള പരാജയം ആക്സെപ്റ്റബിൾ അല്ല. ലാസ് പാമാസിനെതിരെയുള്ള പരാജയം, റയൽ ബെറ്റിസിനെതിരെ ലീഡ് കൊണ്ട് തുലച്ച രീതി, അത്തരത്തിൽ എന്താണ് ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മെൻറ്റാലിറ്റിയുടെ പ്രശ്നം നമുക്ക് ഈ ബാഴ്സലോണ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഗെയിം സിയോട്ടാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ മത്സരത്തിന് ശേഷം ലെവൻഡോസ്കി ഒക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമ്മുടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോളുള്ള കോൺഫിഡൻസ് ശരിയല്ല, ആ ഒരു കാംനെസ് ഇല്ല, കമ്പോസർ ഇല്ല എന്നുള്ളത്. പെഡ്രിയും അത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ലെവൻഡോസ്കിയുടെ ഫോം വളരെ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈസി ചാൻസുകൾ കണ്ണും പൂട്ടി അദ്ദേഹം ഗോളാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചാൻസുകൾ അദ്ദേഹത്തിന് ഗോളാക്കാൻ സാധിക്കുന്നില്ല. സീസണിൻ്റെ തുടക്കത്തിലും കുറേ ചാൻസുകളൊക്കെ അദ്ദേഹം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹം കുറേ ഗോളുകൾ അടിക്കുന്നതോട് കൂടിയിട്ട് അത് കവറപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗോൾ അടിക്കാൻ സാധിക്കുന്നില്ല, മിസ് മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഒരു വെറ്ററൻ സ്ട്രൈക്കറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചില സാഹചര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസരത്തിൽ ആരെ കൊണ്ടുവരും പകരം എന്നുള്ള ചോദ്യം വരുമ്പോൾ ആരുമില്ല. അതാണ് ബാഴ്സലോണയുടെ സ്ക്വാഡ് ബിൽഡിങ്ങിൻ്റെ പ്രശ്നം. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ആരാണ് കളിക്കുന്നത്? ലാമിൻ യമാലിന് ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ ലാമിൻ യമാലിനെ കഴിഞ്ഞ മത്സരത്തിൽ മാനേജ് ചെയ്തുള്ള രീതി ശരിയല്ല. ലഗനസിനെതിരെ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കുറേ നേരം കളിപ്പിച്ചിട്ട് ചെങ്ങായിക്ക് ആ പ്രശ്നം രൂക്ഷമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് വീണ്ടും ഒരു 4 ആഴ്ചയെങ്കിലും പുറത്തിരിക്കേണ്ട സിറ്റുവേഷനിലേക്ക് എത്തിച്ചു ബാഴ്സലോണ സൈഡ്. അപ്പോൾ അത്തരത്തിലുള്ള പുവർ മാനേജ്മെൻറ്റ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ലമീൻ ഇഞ്ചുറി പറ്റുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് റഫീനെ റൈറ്റിലേക്ക് നീങ്ങുന്നു. പിന്നെ ലെഫ്റ്റിൽ ആരാണ് കളിക്കുക? ഫെർമീനാണ് ഇപ്പം ഇന്നലെ കളിച്ചത്. ലെഫ്റ്റ് വിങ്ങർ എവിടെ? അപ്പോൾ എന്തായിരുന്നു ബാഴ്സലോണയുടെ പ്രയോറിറ്റി? വിൻഡോയിൽ
ഓൾമോ അവർ സൈൻ ചെയ്തു. ഓൾമോ ഒരു ഡീസൻറ്റ് സൈനിങ് ആണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. ഒരു ഡീസൻറ്റ് ഇമ്പാക്റ്റ് ചെങ്ങായി ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് അതിന് വിചാരിച്ച രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അതൊക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ത്രൂ ഔട്ട് ദ സീസൺ ഒരേ ലെവലിൽ പെർഫോമൻസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പക്ഷേ ഓൾമോ ആയിരുന്നു ഒരു പ്രയോറിറ്റി സൈനിങ് ആയിട്ട് വേണ്ടിയിരുന്നത്. പകരം ഒരു ലെഫ്റ്റ് വിങ്ങർ അല്ലേ? ഈ ചോദ്യം നമ്മൾ സീസൺ തുടങ്ങുന്നതിന് മുമ്പേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സീസണിൻ്റെ തുടക്കത്തിൽ വല്ലാത്ത രീതിയിലൊരു സ്റ്റാർട്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടപ്പോൾ പലതും മറന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ ആ സ്ക്വാഡിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ളൊരു പരാജയമൊക്കെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും ഒരു ബാഴ്സലോണ ഫാനിനെ സംബന്ധിച്ചിടത്തോളമാണ്. കാരണം വെച്ചാൽ അത്രയധികം ഡോമിനേറ്റ് ചെയ്തു, അത്രയധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ആ പെഡ്രിയൊക്കെ ഉണ്ടല്ലോ, പെഡ്രിക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മോശമായിട്ട് കളിച്ചുകൊണ്ടല്ല, പകരം അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടാണ് ചെങ്ങായിക്ക് ഉറങ്ങാൻ പറ്റാതിരുന്നുണ്ടാവുക. കാരണം ആളൊരു ഗോൾ അടിച്ചു, പക്ഷേ എത്ര ചാൻസുകൾ ഇങ്ങനെ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടേ അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ പെഡ്രി ചെയ്യുക? പെഡ്രിയുടെ ഒക്കെ കളി ആ മിഡ്ഫീൽഡിൽ എന്ത് രസമായിരുന്നു കാണാന്നുള്ളത്. ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവുമായിരുന്നു. ആ മിഡ്ഫീൽഡ് ചങ്ങായി ഡോമിനേറ്റ് ചെയ്യായിരുന്നു. അദ്ദേഹത്തിൻ്റെ ടെമ്പോയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. കാര്യങ്ങൾ കംപ്ലീറ്റ് ടിക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നത് പെഡ്രിയിലൂടെയാണ്. പെഡ്രി ഇങ്ങനെ ചാൻസ് ക്രിയേറ്റ് ചെയ്യും, ത്രൂ ബോൾ ആണെങ്കിലും അത് ലോങ് ബോൾ ആണെങ്കിലും ഫാന്റാസ്റ്റിക് പാസുകൾ, ബിഗ് ചാൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. പാസോടെ മൊത്തം മത്സരത്തിൽ 7 ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത മത്സരമാണ്. 7 ബിഗ് ചാൻസസ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗത്ത് ആകെ 5 അറ്റംപ്റ്റുകളെ ഉണ്ടായിട്ടുള്ളൂ. ബാഴ്സലോണ 7 ബിഗ് ചാൻസസ് മാത്രം ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഒരൊറ്റ ഗോളേ അടിച്ചിട്ടുള്ളൂ. 6 ബിഗ് ചാൻസസ് മിസ് ചെയ്തിരിക്കുകയാണ് ബാഴ്സലോണ. അപ്പോൾ എങ്ങനെയാ ചങ്ങായി ഉറങ്ങുക? ഇന്നലെ ആ ബാഴ്സലോണ സൈഡിൽ തോൽക്കാൻ ഒട്ടും ഡിസേർവിങ് അല്ലാതിരുന്നൊരു ചങ്ങായി അത് പെഡ്രി തന്നെയായിരുന്നു. പക്ഷേ ഇതാണ് ഫുട്ബോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു എൻഡിങ് ഉണ്ടായിരിക്കുക. അതായത് നമുക്ക് മത്സരം കിൽ ഓഫ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് കിൽ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പുറത്ത് ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ പണി തന്നിട്ട് പോകും. അത് തന്നെയാണ് സംഭവിച്ചത്. ആ മത്സരം 1-0 ഇരിക്കുന്ന സാഹചര്യത്തിലൊക്കെ എനിക്ക് ഈ ഒരു തോട്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ബാഴ്സലോണ ചാൻസുകൾ ഇങ്ങനെ മിസ് ചെയ്യുമ്പോൾ ഈ തോട്ട് എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡ് കംബാക്ക് കിങ്സ് ആണ് ഈ സീസണിൽ. മാത്രമല്ല അവർ വളരെയധികം ലേറ്റ് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ്. കാരണം അവരുടെ ആ ഒരു എനർജി സെക്കൻഡ് ഹാഫിൽ അത് പോയി പോകുന്നില്ല. അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ഒരു മടിയില്ല. എത്ര നേരം വേണമെങ്കിലും ഡിഫെൻഡ് ചെയ്യും. അതേപോലെ തന്നെ അവർ അവരുടെ ആ ഒരു എനർജി മത്സരത്തിൻ്റെ 90-ാം മിനിറ്റിലും പോയി പോകില്ല. കാരണം കൃത്യമായിട്ടുള്ള സമയത്ത് സിമിയോണി സബ്സ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവസാന സാഹചര്യങ്ങളും അവർക്ക് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു എനർജിയും ആ ഒരു മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് അവർ ആ ഡെത്ത് പഞ്ച് ബാഴ്സലോണയുടെ മേലെ അർപ്പിച്ചത്. വാട്ട് എ ഗെയിം മാൻ, വാട്ട് എ വിൻ. ഒരു രക്ഷയില്ലാത്തൊരു വിക്ടറി. ഗ്രേറ്റ് 3 points ആണ് സിമിയോണിൻ്റെ ടീമിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഹാൻസി ഫ്ലിക്ക് പറയുന്നത് ഈ രീതിയിലാണ് എനിക്ക് എൻ്റെ ടീം കളിക്കേണ്ടതായിട്ടുള്ളത്. പെർഫോമൻസുമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ റിസൾട്ട് ശരിക്കും ആളെയും ഭയങ്കരമായിട്ട് ഇടങ്ങറാക്കിയിട്ടുണ്ട്. ആൾക്കാർ ഡഗൗട്ടിൽ നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ബാനും കാര്യങ്ങളും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻ്റ് ആയിരുന്നു ഡഗൗട്ടിലുണ്ടായിരുന്നത്, സൈഡ് ലൈനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വേറൊരു കാര്യം ലെവൻഡോസ്കി മത്സരത്തിന് ശേഷം പറഞ്ഞത്, അഥവാ നമുക്കിനി ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ തോൽക്കാതിരിക്കാനെങ്കിലും നോക്കണം എന്നുള്ളത്. അത് ഈ ബാഴ്സലോണ സൈഡ് ലേൺ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, ജയിക്കാൻ പറ്റുന്നില്ല, എന്നാൽ തോൽക്കാതിരിക്കാൻ നോക്കുക. പലരും വിചാരിച്ചത് ഡ്രോയിൽ അവസാനിക്കുന്നുള്ളതാണ്. പക്ഷേ ഇല്ല. റഫീഞ്ഞ പാസ് പൊസഷൻ കളയുന്നു. ആ മൊമെൻറ്റിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. ഡിപ്പോളിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. മൊലീന സബ്ബായിട്ട് വന്നിട്ടുള്ള മൊലീനയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. മൊലീനയുടെ ആ റണ്ണ് ബാഴ്സലോണ ഹൈലൈൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ബാൽഡെ ഈ മൊലീനയുടെ ഡീപ്പ് റണ്ണ് കണ്ടുപോലുമില്ല. ബാൽഡയുടെ പുറകിലൂടെ മൊലീന റൺ ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ്. അത് കുബാർസിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അത് സൊർലോത്തിൽ ചെന്ന് വീഴുന്നു. സൊർലോത്തിൻ്റെ ഫിനിഷ് ഫാന്റാസ്റ്റിക് ആണ്. ഫസ്റ്റ് ടൈം ഫിനിഷാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ഫിനിഷ്. അങ്ങനെ ആണ് ആ വിന്നിങ് ഗോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചിട്ടുണ്ടായിരുന്നത്. സൊർലോത്തിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി 4 മത്സരങ്ങൾ ബാഴ്സലോണയ്ക്കെതിരെ ഗോൾ അടിച്ചിരിക്കുകയാണ് ചങ്ങായി. മാത്രമല്ല സിമിയോണിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ചങ്ങായി ബാഴ്സലോണയ്ക്കെതിരെ ഒരു ലാ ലീഗ എവേ മത്സരം വിജയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് ടെന്നറിൽ നിന്ന് മാത്രമല്ല, അത്ലറ്റിക്കോ മാഡ്രിഡ് 2006 ശേഷം ആദ്യമായിട്ടാണ് ബാഴ്സലോണയുടെ ഹോം സോയിൽ ഒരു ലാ ലീഗ മത്സരം വിജയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പല റെക്കോർഡുകളും തകർക്കപ്പെടുന്നുണ്ട് ഈ സീസണിൽ. ലെഗനസിൻ്റെ വിജയം, ലാസ് പാമാസിൻ്റെ വിജയം ഒക്കെ ബാഴ്സലോണയുടെ ഹോമിലാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ചിലതൊന്നും ആക്സെപ്റ്റ് ചെയ്യാനായി പറ്റുന്ന തരത്തിലുള്ള പരാജയങ്ങളല്ല ബാഴ്സലോണ നേരിട്ടുള്ളത്. അപ്പോൾ മെൻറ്റാലിറ്റി വൈസ് കുറേ പ്രശ്നങ്ങളുണ്ട്. ആ സ്ക്വാഡിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് പല ഓട്ടകളും ഹാൻസി ഫ്ലിക്ക് അടക്കുകയായിരുന്നു ലാമാസിയ പ്രൊഡക്റ്റുകളെ വെച്ചുകൊണ്ട്. പക്ഷേ ഈ ടീമിൽ ഗെയിം മാനേജ്മെൻറ്റ് ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഒരു പ്ലാൻ ബിയുടെ പ്രശ്നമുണ്ടെന്നൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ ഈ മത്സരത്തിൽ ഒരു പ്ലാൻ ബിയുടെ പ്രശ്നമല്ല അവരെ അലട്ടിയത്. പ്രധാനമായിട്ടും ഫിനിഷ് ചെയ്യാത്ത പ്രശ്നം തന്നെയാണ്.
ചാൻസുകൾ കിട്ടിയിട്ട് അത് കമ്പോസറോട് കൂടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ പോലുള്ള ഒരു സൈഡ് പണി ചെയ്യൂലേ? ചെയ്യും. പ്രത്യേകിച്ച് അജാതി കോൺഫിഡൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അതാണ് നമ്മുടെ ടീമിന് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായിട്ട് ചില സൈഡിന് കളിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ആ ബോൾ അങ്ങോട്ട് വലയിലേക്ക് അങ്ങോട്ട് കയറില്ല. നേരെ മറിച്ച് നല്ല ഫോമിലുള്ള സൈഡാണെങ്കിൽ അവർക്ക് 1-2 ചാൻസ് മതി, കളി ജയിച്ചു പോകാൻ പറ്റും. ആ രീതിയാണ് ഇപ്പോൾ ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ അവിടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചോളം അവർ സഫർ ചെയ്യാൻ തയ്യാറായിരുന്നു. അവർ സഫർ ചെയ്യാൻ തയ്യാറാണല്ലോ എപ്പോഴും സിമിയോണിൻ്റെ കീഴിൽ. അവർ ഫസ്റ്റ് ഹാഫിൽ ഒരു ഷോട്ട് പോലും അടിച്ചിട്ടില്ല. 0 ആയിരുന്നു അവരുടെ XG. 0. ഒരു ഷോട്ടും ഇല്ല, ഒരു അറ്റംപ്റ്റും ഇല്ല. സെക്കൻഡ് ഹാഫിലാണ് അവർ 5 അറ്റംപ്റ്റുകൾ നടത്തിയത്. അത് 4 അവർ ടാർഗറ്റിലേക്ക് അടിക്കുന്നു. അതിൽ 2 ഗോൾ അവർക്ക് അടിക്കാൻ സാധിച്ചു. അതിൽ തന്നെ വേറെയും ഒരു കിടിലൻ ഓപ്പർച്യൂണിറ്റി അവർക്ക് സെക്കൻഡ് ഹാഫിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണയെ സംബന്ധിച്ചോളം ഒരുപാട് ചാൻസുകൾ കിട്ടി. അതൊന്നും അവർക്ക് ഗോളാക്കാൻ സാധിച്ചില്ല, ഒന്നും. അതായത് മത്സരത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കി കഴിഞ്ഞാൽ 63% പൊസിഷൻ ബാഴ്സലോണയ്ക്ക്, 37% പൊസിഷൻ അത്ലറ്റിക്കോ മാഡ്രിഡിന്. 2.72 ആണ് ബാഴ്സലോണയുടെ XG ഉണ്ടായിരുന്നത്. 0.63 മാത്രമാണ് അത്ലറ്റിക്കോൻ്റെ XG ഉണ്ടായിരുന്നത്. 19 അറ്റംപ്റ്റുകൾ ബാഴ്സലോണ നടത്തിയപ്പോൾ വെറും 5 അറ്റംപ്റ്റുകൾ അത്ലറ്റിക്കോ. 7 ടാർഗറ്റിലേക്ക് ബാഴ്സലോണ അടിച്ചപ്പോൾ 4 മാത്രമേ അത്ലറ്റിക്കോ ടാർഗറ്റിലേക്ക് അടിച്ചുള്ളൂ. 7 ബിഗ് ചാൻസ് ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്തപ്പോൾ 2 ബിഗ് ചാൻസ് ആണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മത്സരമായിരുന്നു. അത് എന്നിട്ട് ബാഴ്സലോണ തോറ്റു. എന്തായാലും പെയിൻഫുൾ ലോസാണ് ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചോളം. അവരുടെ ഫോം പ്രശ്നമാണ്. അതായത് പ്രത്യേകിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോളാണ് പ്രധാന പ്രശ്നം. അവരെ അലട്ടുന്നുള്ളത് പ്രധാന പ്രശ്നം. ലാക്ക് ഓഫ് ഓപ്ഷൻസും ഒരു പ്രശ്നം തന്നെയാണ്. ഇനി നമ്മൾ ഡിയോഗോ സിമിയോണിയുടെ ടാക്ടിക്കൽ സെറ്റപ്പും കാര്യങ്ങളും ഒരു 4 അറ്റ് ദ ബാക്ക് ആയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. 10 പേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള തീരുമാനമാണ് ചെങ്ങായി എടുത്തിട്ടുണ്ടായിരുന്നു തുടക്കം മുതൽ. അപ്പോൾ അങ്ങനെ ബാഴ്സലോണ ഭയങ്കര ബ്രൈറ്റ് സ്റ്റാർട്ട് നടത്തുന്നു. നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ചാൻസുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. കുറേ ചാൻസുകൾ അവർക്ക് കിട്ടുന്നു. പക്ഷെ അതൊന്നും അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിക്കില്ല. പെഡ്രിയുടെ ഇൻവോൾവ്മെൻറ്റ് തുടക്കം മുതൽ നമ്മൾ കാണാണ്. കസേഡോ, പെഡ്രി, ഗാവി ആ മിഡ്ഫീൽഡാണ് ഉണ്ടായിരുന്നത്. പിന്നെ കസേഡോ ഡീപ്പായിട്ട് മിഡ്ഫീൽഡ് കളിക്കുന്നു. പക്ഷേ മൊത്തം നമ്മൾ ബാഴ്സലോണയുടെ ആവറേജ് പൊസിഷൻ തന്നെ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും മുമ്പിലോട്ട് കയറി കളിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. ആവറേജ് പൊസിഷൻ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഹാഫിലാണ് കളി മിക്ക സമയത്തും നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഫസ്റ്റ് ഹാഫിലാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് കാര്യമായിട്ട് കൗണ്ടർ അറ്റാക്കും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ പിന്നെ 4-4-2 ശൈലിയിൽ കളിക്കുന്നു. ഗ്രീസ്മനും അൽവാരസും 2 ഫോർവേഡുകളായിട്ട്, പിന്നെ മിഡ്ഫീൽഡർമാരായിട്ടുള്ള ഗാലഗറും സിമിയോണിൻ്റെ മകനായിട്ടുള്ള സിമിയോണി ആ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ കോണഗാലഗറും മിഡ്ഫീൽഡ് ബാരിയോസും ഡിപ്പോളും കളിക്കുന്നു. പിന്നെ ലോങ്ലെ ബാസിന്നും ലോണിലാണ് ഇപ്പോഴും ചെങ്ങായി ഇവിടെ കളിക്കുന്ന കാര്യം. ലോങ്ലെ ഉണ്ടായിരുന്നു, ഹിമിനസ് ഉണ്ടായിരുന്നു, ഗാലൻ ഉണ്ടായിരുന്നു, ലോറൻറ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് വർക്ക് ഹോഴ്സുകളെ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ട് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം തന്നെയാണ്. തുടക്കത്തിൽ ആ ഒരു സ്റ്റോം വെതർ ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു ബാഴ്സലോണയുടെ. പക്ഷേ എന്നിട്ടും ബാഴ്സലോണ ഇഷ്ടംപോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പെഡ്രി, ലെവൻഡോസ്കിയുടെ തുടക്കം മുതലുള്ള ടച്ച് ശരിയായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആ ടച്ച് ശരിയല്ലാത്തത്. അപ്പോൾ അങ്ങനെ പെഡ്രി നല്ലൊരു ബോൾ ലെവൻഡോസ്കി കൊടുത്താൽ അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ റഫീനിലേക്ക് എത്തുന്നു. റഫീനയുടെ അറ്റംപ്റ്റ് അത് ബ്ലോക്ക് ചെയ്യപ്പോഴാണ് കോണഗാലഗറാണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലുള്ള ചാൻസുകൾ. പിന്നെ ഇനിഗോ മാർട്ടിനസിന് അദ്ദേഹത്തിൻ്റെ ഒരു വോളി അറ്റംപ്റ്റ് പിന്നെ സേവ് ചെയ്യപ്പെടുന്നു. ഒരു കോർണർ എന്നുള്ള ഗാവിയുടെ ഹെഡർ അത് ജസ്റ്റ് പുറത്തേക്ക് പോകുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആ രീതിയിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ആ ഡിസേർവിങ് ഗോൾ അടിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അഗെയിൻ പെഡ്രിയുടെ ഇൻവോൾവ്മെൻറ്റ് തന്നെയാണ്. പെഡ്രി ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം നല്ല രീതിയിൽ ആ ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വരികയാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നു. അവിടെ ഗാവിക്ക് നില പാസ് കൊടുക്കണം. 2-3 അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പ്ലെയർ അദ്ദേഹത്തിലേക്ക് അട്രാക്ട് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹം പാസ് കൊടുക്കുന്നു ഗാവിക്ക്. ഗാവി അതിൻ്റെ ബാക്കിൽ എന്നിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ എടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ അവിടെ ഫോർച്ചുനേറ്റാണ് ചങ്ങായി നേരെ പെഡ്രിയിലേക്ക് ഒന്ന് വീണു. പെഡ്രി ബോക്സിലേക്ക് അപ്പോഴേക്കും ക്രാഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഈ പാസ് കൊടുത്തതിന് ശേഷം 1-2 വേണ്ടിയുള്ള ശ്രമമാണ് പെഡ്രി നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെഡ്രി എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേസ് ചെയ്തു. ഡിഫ്ലക്ഷൻ ഉണ്ട്, സ്ലൈറ്റ് ഡിഫ്ലക്ഷൻ. പക്ഷേ ഫാൻറ്റാസ്റ്റിക് ഗോളാണ്, ബ്യൂട്ടിഫുൾ ഗോൾ. ആ ഗോളിലൂടെ ബാഴ്സലോണ ലീഡ് എടുക്കുന്നു. ഡിസേർവിങ് ലീഡ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ ആ ഗോൾ അടിച്ചതിന് ശേഷം കുറച്ചൊന്ന് ഇൻറ്റൻസിറ്റി കുറഞ്ഞു. അത്ലറ്റിക്കോ മാഡ്രിഡ് കുറച്ചും കൂടെ പൊസിഷൻ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. കുറച്ചൊന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗ്രീസ്മാൻ്റെ നല്ല കുറച്ച് ടച്ചസും കാര്യങ്ങളുണ്ടായിരുന്നു. സിമിയോണി ആണെങ്കിൽ പിന്നെ മരിച്ച് പണിയെടുക്കുമല്ലോ. എന്ത് ചെങ്ങായാണത്, തന്തപ്പടി എന്താണോ പറഞ്ഞു കൊടുത്തുള്ളത് അതിങ്ങനെ തുടക്കം മുതൽ ഒടുക്കും വരെ ചെയ്യും, ഒരു രക്ഷയില്ല. അതുപോലെ ഗാലഗറും ആരും എന്താ പറയുക വർക്ക് ഹോഴ്സ് എന്നുള്ള രീതിയിൽ പരിപാടികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഓൺ ദ ബോൾ അത്ര നന്നായിട്ടൊന്നുമല്ല അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കുന്നുണ്ടായിരുന്നു. കുറേ പാസുകളൊന്നും അവർക്ക് അങ്ങോട്ട് സ്ട്രിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു 4-5 പാസുകൾ അങ്ങോട്ട് സ്ട്രിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഗോൾ അടിച്ചതിന് ശേഷം ബാഴ്സലോണ ഇൻറ്റൻസിറ്റി ജസ്റ്റ് ഒന്ന് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ കാര്യം. പക്ഷേ എന്നാലും അലഹാൻഡ്രോ ബാൽഡയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലൂടെ. കൂണ്ടെ എന്താ പറയുക, ഇപ്പോൾ ലമീൻ യമാലിൻ്റെ ഒരു ആബ്സെൻസിൽ റഫീനിയാണ് ആ ഒരു റൈറ്റ് സൈഡിലുണ്ടായിരുന്നത്. റഫീനിയെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. റഫീനിയ ആസ് യൂഷ്വൽ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂണ്ടെ ഓക്കെ ആയിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഫസ്റ്റ് ഹാഫിൽ മറ്റൊരു മേജർ ടോക്കിംഗ് പോയിന്റ് ബാഴ്സലോണയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു പെനാൽറ്റി കോളാണ്.
അപ്പോൾ അത് പിന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റഫീനിയുടെ ഫാർ പോസ്റ്റിലേക്കുള്ള ക്രോസ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെന്തായാലും സിമിയോണിൻ്റെ കയ്യിൽ തട്ടുന്നു. വേറൊരു പ്ലെയർ ഉണ്ട്, അവർ പിന്നെ ബാഴ്സലോണ പ്ലെയറും ഉണ്ടായിരുന്ന ഒരു അവസരത്തിൽ അവരൊക്കെ ഹെഡർ മിസ് ചെയ്യുമ്പോൾ അത് നേരെ സിമിയോണിൻ്റെ കയ്യിൽ തട്ടുന്നുണ്ട്. പക്ഷെ അതൊരു ആക്സിഡൻ്റൽ ഹാൻഡ് ബോൾ എന്നുള്ള രീതിയിലാണ് VR ചെക്ക് ചെയ്തിട്ട് നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ഡിസിഷൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും. പക്ഷേ ഇത്തരത്തിലുള്ളത് കൊടുക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും അത് കോർണറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എന്തായാലും ആ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിയുന്നത് 1-0 എന്നുള്ള സ്കോർ ലൈനാണ്. അതായത് ബാഴ്സലോണ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷേ അവർക്ക് ഒരു ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ. അത്ലറ്റിക്കോ മാഡ്രിഡ് റിലേറ്റീവ്ലി ഓക്കെയാണ് ഒരു 1-0 സ്കോർ ലൈനിൽ. കാരണം അവർക്കറിയാം ഇത് ആസ് ലോങ് ആസ് 1-0 നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ടാകുമെന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അവരും എന്താണ് ഒരു ഷോട്ട് പോലും അടിച്ചിട്ടില്ലെങ്കിലും അവരും ഓക്കെ ആയിരുന്നു ആ 1-0 റിസൾട്ടിൽ ഫസ്റ്റ് ഹാഫിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ആ രീതിയിൽ 1-0 എന്നുള്ള ആ ലീഡിൽ മത്സരം അവസാനിക്കുന്നു. ഫസ്റ്റ് ഹാഫിലെ വേറെ എന്തെങ്കിലും പരിപാടികൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു ഡോമിനൻറ്റ് ഫസ്റ്റ് ഹാഫ് നമുക്ക് ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് കാണുന്നു. പക്ഷേ 1-0 ആണ് സ്കോർ ലൈൻ. 1-0 നിന്ന് കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഓക്കെയാണ്. 1-0 അവരെ സംബന്ധിച്ചോളം മറികടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കോർ ലൈനാണെന്നുള്ളത് അവർക്ക് അറിയുന്നുണ്ടാവും. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫിലും ബാഴ്സലോണയുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ തന്നെ ഈ ഹിമിനസിൻ്റെ പാസ് നേരെ റഫീനിയിലേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ റഫീനിയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ. അത്ലറ്റിക്കോ മാഡ്രിഡ് പൊസിഷനിലുള്ളൊരു സാഹചര്യമായിരുന്നു. അവർ മിഡ്ഫീൽഡിൽ നിന്ന് പുറകിലേക്ക് പാസ് കൊടുത്തു. ഹിമിനസ് നേരെ അത് റഫീനിയെ കൊടുക്കുന്നു. റഫീനെ പെഡ്രി കൊടുക്കുന്നു. പെഡ്രി ലെഫ്റ്റിലൂടെ ബോക്സിലേക്ക് റൺ ചെയ്തുള്ള ഫെർമിനെ പിക്ക് ചെയ്യാണ്. ഫെർമിനെ സംബന്ധിച്ചോളം ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ആ ബോക്സിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒബ്ലാക്ക് ഒരു പ്രശ്നമുള്ളൊരു ഫിഗർ കൂടിയാണല്ലോ, ഒരു രാജാനുബാഹുവാണല്ലോ പുള്ളിക്കാരൻ. അത് അവിടെ സേവ് ചെയ്യുന്നു. ഫെർമിൻ്റെ ഷോട്ട് ബ്യൂട്ടിഫുൾ ചാൻസ് ആയിരുന്നു. ബ്യൂട്ടിഫുൾ ചാൻസ്. ഇങ്ങനെ എത്ര ചാൻസുകളാണ്. പിന്നെ 52-ാമതിൽ ഹിമിനസിന് എന്തോ ഒരു നോക്കുണ്ട്. അപ്പോൾ ഹിമിനസിനെ മാറ്റുന്നു. വിറ്റ്സൽ വരാണ്. വിറ്റ്സലും കിഡിലിനായിട്ടാണ് പിന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ കളിക്കുന്നു. സെൻറ്റ് ഹാഫ് ആയിട്ടാണ് വിറ്റ്സൽ കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എന്താണ് ലെവയെ വിറ്റ്സൽ ആ ഒരു എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഫൗൾ ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ബാൽഡയുടെ ഒരു ക്രോസ് ഉണ്ടായിരുന്നു. ആ ക്രോസ് റൈറ്റ് സൈഡ് നിൽക്കുന്ന പെഡ്രിലേക്ക് എത്താണ്. ബോക്സിൻ്റെ റൈറ്റ് സൈഡ് നിൽക്കുന്ന പെഡ്രിലേക്ക് എത്താണ്. പെഡ്രി സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അവിടെ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റുമായിരുന്നു എന്ന് വെച്ചാൽ എടുക്കാമായിരുന്നു. കാരണം ഗാവിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പകരം അദ്ദേഹം തൻ്റെ ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ട് അത് കോർണറിലേക്ക് അടിക്കാനുള്ള ശ്രമം നടത്തി. അതായത് വലയുടെ ഉള്ളിലേക്ക്, കോർണറിലേക്ക്, ടോപ്പ് കോർണറിലേക്ക്. പക്ഷേ അത് പുറത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ എന്താണ് ആ ഒരു ഫൈനൽ ഡിസിഷനിലുള്ള ചില പ്രശ്നങ്ങൾ നമുക്ക് ആ ഒരു അവസരത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ബാഴ്സലോണ 1-0 ലീഡിൽ തന്നെയാണ് നിൽക്കുന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ ആ ഒരു ബാഴ്സലോണയുടെ ഏരിയയിൽ, ഡിഫെൻസീവ് തേർഡിൽ, ആ ഒരു സെൻറ്റർ ഏരിയയിൽ കൂണ്ടെ ബോൾ വിൻ ചെയ്യുകയാണ്. കൗണ്ടർ പ്രസ് ചെയ്തിട്ട് കൂണ്ടെ ബോൾ വിൻ ചെയ്യുന്നു. ഹാൻഡ് സ്ലിപ്പിലേക്ക് വിചാരിക്കുന്ന രീതിയിൽ തന്നെ ടീം കളിക്കുന്നു. എന്നിട്ട് ബോൾ വിൻ ചെയ്തതിന് ശേഷമുള്ള ആ പെഡ്രിയിലേക്ക് ബോൾ എത്തിയുള്ള ആ ഒരു സാഹചര്യത്തിൽ പെഡ്രിയുടെ ബോൾ, റഫീനിയെ കൊടുത്തുള്ള ബോൾ ഫാൻറ്റാസ്റ്റിക് ബോളാണ്. ആ ലോങ് ബോളാണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ ബോൾ. റഫീനിയ 1v1 വിത്ത് കീപ്പറാണ്. ആ ഒരു സാഹചര്യത്തിൽ കീപ്പർ ഒന്ന് കയറി വരുന്നുണ്ട്. റഫീനി എന്തെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു ഈ കീപ്പറിൻ്റെ മുകളിലൂടെ പിന്നെ പ്ലേസ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര കൺവിക്ഷനോട് കൂടിയിട്ടല്ല അദ്ദേഹം കീപ്പറിൻ്റെ മുകളിലൂടെ ഇട്ടുണ്ടായിരുന്നു. അത് ബാറിൽ തട്ടി വരുന്നു. ലെവൻഡോസ്കി അവിടെ റീബൗണ്ടിനായിട്ട് ബോക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ലെവൻഡോസ്കിയുടെ അറ്റംപ്റ്റ് പക്ഷേ അവിടെ വിറ്റ്സൽ ബ്ലോക്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നു. ഇതൊക്കെ നടക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡ് 59-ാം മിനിറ്റിൽ ആ ഒരു ഈക്വലൈസർ ഗോൾ അടിക്കുന്നതിന് മുമ്പാണ്. അതായത് ഗെയിം കിൽ ഓഫ് ചെയ്യാനുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ബാഴ്സലോണ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അവർ മുതലെടുക്കുന്നില്ല. അങ്ങനെ ഒരു ചാൻസ് അത്ലറ്റിക്കോ മാഡ്രിഡ് കിട്ടുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബാഴ്സലോണ പൊസിഷൻ കളയുന്നു. ഒരു ഹെഡർ അറ്റംപ്റ്റ്, ഒരു ഡൈവിംഗ് ഹെഡർ അറ്റംപ്റ്റ് റൈറ്റ് സൈഡിൽ നടത്തിയിട്ട് അത് പൊസിഷൻ പോകുന്നു. ഡീപ്പോളിലേക്ക് ബോൾ എത്തുകയാണ്. ഡീപ്പോളിലേക്ക് ബോൾ എത്തിയുള്ള സാഹചര്യത്തിൽ വില്ലിംഗ് റണ്ണേഴ്സാണ് ഈ അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേയേഴ്സ് എന്നുള്ള കാര്യം ഓർക്കണം. യൂലിയൻ അൽവാരസ് ആ ലെഫ്റ്റിലോട്ട് റൺ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഡിപ്പോൾ ആ റണ്ണ് പിക്ക് ചെയ്യുകയാണ്. ഡിപ്പോൾ ആ റണ്ണ് പിക്ക് ചെയ്യുന്നു. ആ ഒരു അവസരത്തിൽ ഹൂലിൻ്റെ അടുത്തേക്ക് ആരും അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് പോകുന്നില്ല. പക്ഷേ ബാഴ്സലോണ പ്ലേയേഴ്സ് നല്ല രീതിയിൽ റിക്കവറി റണ്ണൊക്കെ നടത്തി വരുന്നുണ്ട്. കുറേ പ്ലേയേഴ്സ് പുറകിലേക്ക് ഓടി വരുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഡിപ്പോളിൻ്റെ റൺ ആരും ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, അൽവാരസ് ആ ലെഫ്റ്റ് സൈഡിലേക്ക് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് കൊടുക്കുകയാണ്. ഗാലഗറിനൊക്കെ പിക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ്. പക്ഷേ ആ കട്ട് ബാക്ക് നല്ല രീതിയിൽ തന്നെ കസേഡോ ഡിഫെൻഡ് ചെയ്യുകയാണ്. കസേഡോ ഫ്ലിക്ക് ചെയ്ത് കളയാനുള്ള തീരുമാനം എടുത്തു. പക്ഷേ ആ ഫ്ലിക്ക് ചെയ്തത് ഈ ഡിപ്പോളിൻ്റെ അടുത്തേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഡിപ്പോൾ ഓടി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആരും അങ്ങനെ ട്രാക്ക് ചെയ്യുന്നില്ല. ഇവരെല്ലാവരും റിക്കവറി റൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എന്താ പറയുക, കൂടുതൽ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ പോലും ഡിപ്പോളിൻ്റെ ആ റണ്ണ് വേണമെങ്കിൽ ട്രാക്ക് ചെയ്യുമായിരുന്നു, വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കസേഡോ ശരിക്കും അത് ഡിപ്പോളിന് ഇങ്ങനെ വെച്ചു കൊടുത്ത പോലെ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഡിപ്പോൾ അത് പ്ലേസ് ചെയ്ത് ഗോളാക്കുകയാണ്. അതാണ് ഒരു വല്ലാത്തൊരു സ്മാഷ് ആൻഡ് ഗ്രാബാണ് അവരവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്.
അത്ലറ്റിക്കോ മാഡ്രിഡ്. അവരുടെ മത്സരത്തിൽ രണ്ടാമത്തെ അറ്റംപ്റ്റ് ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ്, ഇത് ഗോളായിരിക്കുകയാണ്. അതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഡിപ്പോൾ മത്സരത്തിൽ അതൊരു അത്ര നല്ല രീതിയിലല്ല കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ മൊമെൻറ്റിൽ ഡിപ്പോൾ വളരെ പിവോട്ടലായിട്ടുള്ള ഒരു പണി ചെയ്യുകയാണ്. ആ ഒരു മൂവ് തുടങ്ങി വെക്കുന്നു, അത് അവസാനിപ്പിക്കുന്നതും റോഡ്രിഗോ ഡിപ്പോളാണ്. അങ്ങനെ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. പിന്നെ ഡിയേഗോ സിമിയോണി വീണ്ടും ചേഞ്ചസ് വരുത്താൻ തീരുമാനിക്കുന്നു. അദ്ദേഹം ആ ഒരു ഷേപ്പ് അങ്ങോട്ട് മാറ്റാൻ തീരുമാനിക്കുന്നു. ഫോർ ദ ബാക്കൊക്കെ മാറ്റുന്നു, 5-3-2 എന്നുള്ള രീതിയിലേക്ക് മാറ്റിയാണ്. ആ വൈഡ് ഏരിയയിൽ നിന്നുള്ള ബാഴ്സലോണയുടെ ത്രെറ്റിനൊന്ന് നെഗേറ്റ് ചെയ്യാനുള്ള പരിപാടിയൊക്കെയാണ് നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആൾ തൻ്റെ വർക്ക് ഹോഴ്സുകളായിട്ടുള്ള 2 വൈഡ് മിഡ്ഫീൽഡർമാരെ മാറ്റുകയാണ്. ഗാലഗറിനെയും സിമിയോണിനെയും മാറ്റുന്നു. മൊലീനിയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോക്കയും കൊണ്ടുവരാണ്. മൊലീനിയൊക്കെ ബെഞ്ചിൽ വന്നിട്ട് കഴിഞ്ഞ മത്സരത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാരണം ഗതാഫയ്ക്കെതിരെ മൊലീനിയ സൊർലോത്ത് കോംബോ ആണ് വിന്നിംഗ് ഗോൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 64ാം മിനിറ്റിൽ ഫ്ലിക്കും ചേഞ്ചസ് വരുത്തുന്നു. ഓൾമോയും ഫെറാനിയും കൊണ്ടുവരുന്നു. ഗാവിയെയും ഫെർമീനെയും മാറ്റുന്നു. അങ്ങനെ വീണ്ടും 73ാം മിനിറ്റിൽ സൊർലോത്തിനെയും ലെനോർമാനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്ലറ്റി. ലോറൻറ്റെയും ഗ്രീസ്മാനും പിൻവലിക്കുന്നു. അതായത് ഗ്രീസ്മാനെ വരെ മാറ്റാൻ സിമിയോണി ഒക്കെയാണ്, അതിൽ ഗ്രീസ്മാൻ ഒക്കെയാണ്. അവിടെ ടീമിൻ്റെ വിജയമാണ് ഇമ്പോർട്ടൻറ്റ്. ടീമിന് വേണ്ടിയിട്ട് ആ ഒരു അവസരത്തിൽ മാനേജർ എടുക്കുന്ന തീരുമാനം ശരിയാകും എന്നുള്ള വിശ്വാസം മൊത്തം ടീംമേറ്റ്സുകൾക്കുണ്ട്, അല്ലെങ്കിൽ മൊത്തം ആ സ്ക്വാഡിലുള്ളവർക്കുണ്ട്. അതിപ്പോൾ ആ ബെഞ്ചിലിരിക്കുന്നവരും അവർ എപ്പോഴാണോ മാനേജർ അവസരം കൊടുക്കാൻ പോകുന്നത് ആ ഒരു അവസരത്തിൽ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ റെഡിയാണ്. അപ്പോൾ ഹാവി ഗാലൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആൾക്ക് ഒരു ചാൻസും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ സീസണിൽ ചാൻസ് കൊടുക്കുന്നു, അദ്ദേഹം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി തുടങ്ങുന്നു. ഇപ്പോൾ ആ ടീമിൽ മെയിൻ മാനായിട്ട് ആ ലെഫ്റ്റ് ബാക്ക് റോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ സൊർലോത്ത് തുടക്കത്തിൽ കുറേ സ്റ്റാർട്ടൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ബെഞ്ചിൽ വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെയാണ്, അത് ഈ ടീമിന് വേണ്ടിയിട്ട് ഈ മാനേജർക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കാൻ ഇവർ തയ്യാറാണ്. ഇതിലൊന്നും ഒരു മടുപ്പില്ല. കോക്കയൊക്കെ ബെഞ്ചിൽ വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ബാഴ്സലോണയ്ക്ക് ചാൻസ് കിട്ടുകയാണ്. അതിൽ തന്നെ ലെവൻഡോസ്കിയുടെ ആ മിസ്കിക്ക് അതെങ്ങനെ സംഭവിച്ചു? ശരിയാണ്, അവിടെ ഓഫ് സൈഡാണ്. അതായത് റൈറ്റ് സൈഡിൽ നിന്നുള്ള റഫീനിയയുടെ ഫെറാൻ ടോറസ് ബോക്സിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നീങ്ങിയിട്ടുള്ള ഒരു പാസ് ഉണ്ട്, ബ്യൂട്ടിഫുൾ പാസ്. ഫെറാൻ അത് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ് ലെവൻഡോസ്കിക്ക്. അവിടെ ലെവൻഡോസ്കി മിസ്കിക്ക് ചെയ്തു. ശരിയാണ്, അത് ഓഫ് സൈഡ് ആയിരുന്നു. ഫെറാൻ ടോറസ് സ്ലൈറ്റ്ലി ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ലെവൻഡോസ്കിയുടെ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ആ ഒരു കമ്പോഷർ ഇല്ലായ്മ നമുക്ക് ആ ഒരു അവസരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ലെവൻഡോസ്കിയെ നമ്മൾ ഒരുപാട് പുകഴ്ത്തിയതാണ് ഈ സീസണിൽ. ഈ ഒരു പ്രായത്തിലും മികച്ച രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ. ആൾ ഈ സീസണിൻ്റെ തുടക്കത്തിലും കുറേ ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കുറേയൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അടിക്കാൻ പറ്റുന്നില്ല. ഈ സിറ്റർ പോലും മിസ് ചെയ്യാണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഒരു ക്രോസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ ലെവൻഡോസ്കിക്ക് ലെഫ്റ്റ് ഫുട്ട് യൂസ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം അവിടെ പിന്നെ റൈറ്റ് ഫുട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഇല്ലാതെ ആ ചാൻസ് കളഞ്ഞു പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ലെഫ്റ്റ് ഫുട്ട് നീക്കിയിട്ട് അത് ഗോളാക്കേണ്ട സിറ്റുവേഷനാണ്. ആ രീതിയിലുള്ള സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിയുന്നു. പിന്നെന്താണ്, ഓൾമോയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്താ വെച്ചാൽ 12 തവണ എങ്ങാനും ഓൾമോ പൊസിഷൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതിൽ തന്നെ ഓൾമോയുടെ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു പ്ലേസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. ഇതിനിടയിൽ ഈ ഒബ്ലാക്ക് വളരെ ക്രൂഷ്യൽ പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ അതിൽ തന്നെ പെഡ്രിയുടെ റഫീനിയക്ക് കൊടുത്തിട്ടുള്ള ആ പാസ്, അപ്പോൾ ഓൾമോ ആ ഒരു ഹാഫ് വേ ലൈൻ്റെ അടുത്ത് ബോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് പെഡ്രി കൊടുക്കണം. അപ്പോൾ എയറിലുള്ള ബോൾ പെഡ്രി വോളി അടിച്ചിട്ട് പാസ് കൊടുക്കുകയാണ്. ആർക്ക്? റഫീനിയക്ക്, റൺ ചെയ്തുള്ള റഫീനിയക്ക്. വാട്ട് എ പാസ്! എന്താണത്? പെഡ്രി അജാതി ക്രിയേഷനാണ് നേരത്തെ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സീസണിൽ തന്നെ അജാതി കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് എ പ്ലേ മാൻ! ഈസിലി വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ വേൾഡ് ആണ് പെഡ്രി, സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ജാതി പാസ് കൊടുക്കുന്നു. റഫീനിയ 1v1 ആണ്, ബോക്സിൻ്റെ റൈറ്റ് സൈഡിലൂടെയാണ് പോകുന്നത്. ആ കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. റഫീനിയ നല്ല കോൺഫിഡൻസോടുകൂടിയിട്ടാണ് ഈ സീസണിൽ കളിക്കുന്നത്. പക്ഷേ ആ ഒക്കേഷൻ്റെ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എക്സ്ട്രാ ടച്ച് എടുക്കുന്നു, അതോടുകൂടി ഒബ്ലാക്ക് ഓക്കെ ആയി. കാരണം ആ ഒരു ആംഗിൾ ടൈറ്റായി. പിന്നെ ഒബ്ലാക്ക് അവിടെ സേവ് ചെയ്യുകയാണ് കൃത്യമായിട്ട്. ആ റൈറ്റ് സൈഡിൽ നിന്ന് ബോക്സിലേക്ക് അടിക്കുമ്പോൾ ഒബ്ലാക്ക് അത് സേവ് ചെയ്യുന്നു. ഒബ്ലാക്കിൻ്റെ ഒരു പ്രസൻസ് ഈ പ്ലേയേഴ്സിന് ഒരു ചെറിയൊരു പേടി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറുതല്ലാത്തൊരു പേടി ഉണ്ടാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ചാൻസുകൾ ബാഴ്സലോണ ക്രിയേറ്റ് ചെയ്യുന്നു. സൊർലോസ് എന്ന് പറയുന്നത് ഒബ്ലാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സേവുകൾ നടത്തുന്നു. അദ്ദേഹം ഈവൻ ആ ഒരു ഇഞ്ചുറി ടൈമിൽ 6 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഇഞ്ചുറി ടൈമിൽ പിന്നെ ഒരു പാസ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ബോക്സിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് ചാടി വീണ് അവിടെ ലെവൻഡോസ്കി എത്തുന്നതിന് മുമ്പേ എത്തുന്നു ഒബ്ലാക്ക്. അപ്പോൾ ഒബ്ലാക്ക് വളരെയധികം കോൺഫിഡൻസ് കൊടുത്തിട്ട് എന്നെ ഇനി ബീറ്റ് ചെയ്യാൻ പറ്റില്ലടാ എന്നുള്ള രീതിയിലാണ് കളിക്കുന്നുണ്ടായിരുന്നത്. ഇത്തരത്തിൽ എത്ര തവണ ഒബ്ലാക്ക് ഒരു വൻമതിലായിട്ട് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ രീതിയിൽ ആൾ വൻമതിലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഡിഫൻസ് ബ്രീച്ച് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒബ്ലാക്കിന് ബ്രീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിലായിരുന്നു. അപ്പം അങ്ങനെ ഈ ഇഞ്ചുറി ടൈമിൽ തന്നെ ഒരു കൗണ്ടർ അറ്റാക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ചെയ്തത് ബാഴ്സലോണ ഡിഫെൻഡ് ചെയ്തു. അങ്ങനെ വീണ്ടും ബാഴ്സലോണ ആ വിന്നിംഗ് ഗോളിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ റഫീനിയ ബോൾ നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് സൊർലോത്ത്
ആ ഗോൾ അടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ തുടക്കത്തിലേ സംസാരിച്ചു. അവിടെയാണ് പറഞ്ഞ പോലെ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തോൽക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണം. ആ സമനില അത്ര വലിയ ക്ഷീണമൊന്നും ഉണ്ടാക്കില്ലായിരിക്കാം, ശരിയാണ്. സമനിലയ്ക്ക് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡിയേഗോ സിമിയോണി വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3 പോയിന്റ്സുമായിട്ട് തിരിച്ചു പോകാൻ സാധിച്ചു. ഇതിപ്പോൾ ലാഭമായല്ലോ എന്നൊരു കാര്യമാണ് ഉണ്ടായത്. കാരണം ആ രീതിയിലുള്ള റണ്ണിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നു. ബാഴ്സലോണ കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റെങ്കിലും ഓക്കെ ആയി പോയനെ. പക്ഷേ സത്യം പറഞ്ഞാൽ ആ പെർഫോമൻസിനനുസരിച്ചിട്ട് 3 പോയിന്റ്സ് അല്ലെങ്കിൽ 3-0 ഒരു 4-1 ജയിക്കേണ്ട തരത്തിലുള്ളൊരു മത്സരമായിരുന്നു. അതാണ് ബാഴ്സലോണ കൊണ്ട് തുലച്ചു കളഞ്ഞത്. പക്ഷെ അവിടെ നമുക്ക് സിമോണിയുടെ ടീമിന് ക്രെഡിറ്റ് കൊടുക്കണം. അവർ സഫർ ചെയ്യാൻ റെഡി ആയിരുന്നു. അവർ കിട്ടിയ ചാൻസ് മുതലാക്കാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ഇവിടെ ബാഴ്സലോണ പ്ലേയേഴ്സിൻ്റെ ലാക്ക് ഓഫ് ഫിനിഷിങ് എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്പോഷർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോക്സ് അവർക്ക് പണി കൊടുത്തിരിക്കുകയാണ്. അവർക്ക് പണി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മെൻറ്റാലിറ്റി വൈസ് പ്രശ്നമാണ്. ഒരു പിന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ടേബിൾ 2ാം സ്ഥാനത്തേക്ക് ഇരിക്കുന്നുണ്ട്. പക്ഷേ ലാലിഗയിൽ അവർ എത്ര പോയിന്റ്സിൻ്റെ ലീഡാണ് ബോട്ടിൽ ചെയ്ത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര പോയിന്റ്സിൻ്റെ ലീഡാണ് ബോട്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ടേബിളിൻ്റെ സ്ഥിതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും കൂടി നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അതായത് അത്ലറ്റിക്കുമായിട്ട് 18 മത്സരങ്ങളിൽ നിന്ന് 41 പോയിന്റ്സ് നേടിയെടുത്തിരിക്കുകയാണ്. ബാഴ്സലോണ 19 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്, എക്സ്ട്രാ ഒരു കളി കളിച്ചിരിക്കുകയാണ്. എന്നിട്ടോ 38 പോയിന്റ്സേ ഉള്ളൂ. അതായത് ഗെയിം ഇൻ ഹാൻഡ് അത്ലറ്റിക്കുമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ 6 പോയിന്റ്സിന് വ്യത്യാസം ഉണ്ടാവും ബാഴ്സലോണയുമായിട്ട് അത്ലറ്റിക്കുമായിട്ടിന്. റയൽ മാഡ്രിഡിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ റയൽ മാഡ്രിഡ് 17 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അവർക്ക് അവരുടെ ബാഴ്സലോണയുമായിട്ടുള്ള 2 ഗെയിംസ് ഇൻ ഹാൻഡ് വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് 43 പോയിന്റ്സ് ആകും. അപ്പോൾ ബാഴ്സലോണയുമായിട്ട് 5 പോയിന്റ്സിന് വ്യത്യാസമായിരിക്കും. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിഫൻസ് ഇത്തിരി പ്രശ്നമാണ് ഓവറോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട്. ഈ മത്സരത്തിൽ വളരെ കുറച്ച് എറേഴ്സ് അവർ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ ആ എറേഴ്സൊക്കെ പണിഷ് ചെയ്യപ്പെട്ടു. പൊസിഷനിൽ വരുത്തിയ എറേഴ്സാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരമായിട്ട് അവരുടെ ഡിഫൻസ് ഇത്തിരി പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ ഹൈ റിസ്ക് ഹൈ റിവാർഡ് പരിപാടിയാണല്ലോ ഈ ഹൈലൈനും പരിപാടികളൊക്കെ വെച്ച് ചെയ്യുന്നത്. ചില അവസരങ്ങളിൽ അതൊന്ന് ഡ്രോപ്പ് ഓഫ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പോയിന്റെങ്കിലും ഗെയിൻ ചെയ്യേണ്ട അവസരങ്ങൾ പോലും ഇല്ലാണ്ടാകുമെന്നുള്ള കാര്യം ഓർക്കണം. ഇതിനിടയിൽ കസേഡോയുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പാസ് നേരെ ബാരിയോസിന് കൊടുക്കുന്നു. ബാരിയോസ് ഹുലിൻ അൽവാരസിന് കൊടുക്കുന്നു. അൽവാരസിൻ്റെ ബ്യൂട്ടിഫുൾ പാസ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അൽവാരസിൻ്റെ ഓവറോൾ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു പ്രോപ്പർ ടീം പ്ലെയറാണ്. മാഞ്ചസ്റ്റർ സിറ്റി മിസ് ചെയ്യുന്ന മറ്റൊരു താരം ഹുലിൻ അൽവാരസ് ആണ്. മാൻ സിറ്റിയുടെ നഷ്ടം ഇവിടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗെയിനാണ്. ഇവിടെ ഈ മത്സരത്തിൽ അൽവാരസ് ഗോളോ അസിസ്റ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഓവറോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ചങ്ങായി ഉണ്ടാക്കുന്നത്. അത് ഒരു ഭീകരമാണ്. പല പൊസിഷനിലും അദ്ദേഹത്തിന് നമുക്ക് കളിപ്പിക്കാൻ പറ്റും. എവിടെ കളിച്ചാലും കൊടുക്കാത്ത വർക്ക് റേറ്റും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അദ്ദേഹം ഈ ബാരിയോസിൻ്റെ ലെഫ്റ്റിലൂടെ റൺ അദ്ദേഹം പിക്ക് ചെയ്യുന്നു. ബ്യൂട്ടിഫുൾ പാസ്. അവിടെ ഇനിയാക്കി പിന്നെ നല്ലൊരു സേവ് നടത്തുകയാണ്. അവിടെ ബ്യൂട്ടിഫുൾ സേവ് അദ്ദേഹം നടത്തുന്നു. അങ്ങനെ ബാഴ്സലോണയെ മത്സരത്തിൽ പിടിച്ചു നിർത്തുകയാണ്. പിന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു അവസരത്തിൽ സഹായിക്കാൻ ശ്രമിച്ചു ടീമിന് വേണ്ടിയിട്ട്. പക്ഷേ ഒടുവിൽ ഇനിയൊക്കെ പിന്നെയും ബീറ്റ് ചെയ്യപ്പെട്ടു. ഇതിൽ വേറൊരു കൗതുകമായിട്ടുള്ള സംഭവം എന്താണെന്നറിയോ? ഇപ്പോൾ അവസാനത്തെ 4 മാനേജർമാരിൽ ഏറ്റവും കൂടുതൽ ലോസ് പെർസെൻറ്റേജ് ഉള്ളൊരു മാനേജർ ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് ആണെന്നുള്ള കാര്യമാണ്. 25% അദ്ദേഹത്തിൻ്റെ ലോസ് പെർസെൻറ്റേജ് ഉള്ളത്. അതായത് സെറ്റിയൻ ആണെങ്കിലും കോമാൻ ആണെങ്കിലും ഷാബി ആണെങ്കിലും ഇവർക്കൊന്നും ആ രീതിയിൽ പിന്നെ ലോസ് പെർസെൻറ്റേജ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ നമുക്ക് ഈ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വളരെ എവിഡൻ്റ് ആണ്. കഴിഞ്ഞ സീസണിൽ ഇതേ സമയം ബാഴ്സലോണയ്ക്ക് 19 മത്സരങ്ങൾ കഴിയുമ്പോൾ 41 പോയിന്റ്സ് ഉണ്ടായിരുന്നു ടേബിളിൽ. ഇത്തവണ 38 പോയിന്റ്സേ ഉള്ളൂ. പക്ഷേ എന്താണ് ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിൽ മാറ്റമുണ്ട്. അത്തരത്തിൽ ബാഴ്സലോണ ആരാധകർക്ക് ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ മത്സരത്തിലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അല്ലാതെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാത്ത പ്രശ്നമൊന്നും ബാഴ്സലോണയ്ക്കില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹാൻസി ഫ്ലിക്കിന് ആവശ്യമുള്ള തരത്തിലുള്ള സൈനിങ്ങൾ കൂടി നടത്തണം ലപോർട്ട. അതാണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. പിന്നെ ഹാൻസി ഫ്ലിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ബി സെറ്റപ്പും അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ ഒരു പ്ലാൻ ബിയുടെ പ്രശ്നമല്ല അവർ അലട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ജാതി ചാൻസുകൾ കൊണ്ട് തുളച്ചിട്ട് പിന്നെ പ്ലാൻ ബി ഇല്ല പ്ലാൻ സി ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ അല്ലേ? അതാണ്. പക്ഷേ അപ്പുറത്ത് ഒബ്ലാക്ക് ഒരു അസാധ്യ മുതലാണ്. ഒരു 1.5 ഹീറോ ആണ് അത്ലറ്റിക്കോയുടെ. അയാളെ ബീറ്റ് ചെയ്യൽ എളുപ്പമല്ല. അവിടെ നമുക്ക് ഒബ്ലാക്കിനും ക്രെഡിറ്റ് കൊടുക്കണം. കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് സീസൺ പകുതി ആയിട്ടുള്ളൂ. ബാഴ്സലോണയെ സംബന്ധിച്ചോളം തിരിച്ചു വരാൻ ഈ അവസരമുണ്ട്. കാരണം ബാക്കിയുള്ള ടീമുകൾ തിരിച്ചൊന്നും നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ അവർ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടറിയേണ്ടതുള്ളത്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവർ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുമോ നമുക്കറിയില്ല. അവർക്ക് ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഓരോ വിൻഡോ തുടങ്ങുമ്പോഴും നമുക്കറിയാം ഇന്ന പ്ലെയറിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. ഒടുവിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം, ഈ ഫസ്റ്റ് ഹാഫ് ഓഫ് സീസൺ കഴിഞ്ഞുള്ള കാര്യത്തിൽ ഈ യങ് ടീം എന്തൊക്കെ ലെസൺസ് ലേൺ ചെയ്യുന്നതാണ്. ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ വരുത്തിയ തെറ്റുകൾ അതൊക്കെ പിന്നെ തിരുത്തിക്കൊണ്ട് സെക്കൻഡ് ഹാഫ് ഓഫ് സീസണിൽ മികച്ച രീതിയിലുള്ള ഒരു കംബാക്ക് നടത്താൻ ബാഴ്സലോണയ്ക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സിറ്റുവേഷനാണ്. എന്തായാലും
റിയാക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി കാണാം. എല്ലാം തീർന്നിട്ടൊന്നുമില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ള സംഭവം. ഇനിയും പകുതി സീസൺ കളിക്കേണ്ടതായിട്ടുണ്ട്, എന്തും സംഭവിക്കാം. പക്ഷേ ഒരു ഇൻക്രെഡിബിൾ ടൈറ്റിൽ റേസ് ഉണ്ട്, നമുക്കും അതാണ് വേണ്ടത്.